വളരെയധികം പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള, കൂടുതൽ സാധ്യതകളുള്ള ഒരു രാജ്യമായിട്ടാണ് പൊതുവെ നാം ഈ നാട്ടിനെ സംബന്ധിച്ച് ഈ രാജ്യത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെയധികം ഉത്സാഹമുള്ള പ്രവർത്തകന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. ഏറ്റവും കൂടുതൽ പ്രവർത്തന രംഗത്ത് ശോഭിച്ചു നിൽക്കുന്ന ചില പ്രത്യേക വനിതകളുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നാം ഉണർന്നുയർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ വലിയ മാറ്റങ്ങൾ ഈ നാട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ഈ നാട്ടിലുള്ള നമ്മുടെ കേരളീയരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അള്ളാഹു അതിനുള്ള എല്ലാവിധ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് ഇപ്രകാരത്തിലുള്ള ഒത്തുചേരൽ എന്ന് പറയുന്നത്. നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ദീനിൻ്റെ മാർഗത്തിൽ ഇപ്രകാരം സമയം കണ്ടെത്തി ഒഴിഞ്ഞിരിക്കാൻ സാധിക്കുക എന്നുള്ളത് മറ്റു പലർക്കും ലഭിച്ചിട്ടില്ലാത്ത അനിതരമായൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നാം അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടുമുള്ളവരാണ്. ആ കടപ്പാട് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായി രേഖപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. എണ്ണി ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത അത്രയും അനുഗ്രഹം നമുക്കുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ, ഒരു സെക്കൻഡ് നിലയുറപ്പിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ അതുല്യമായ അനേകം അനുഗ്രഹങ്ങൾ ഒത്തുചേരണം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും, പ്രകൃതിയിൽ ലഭ്യമാകുന്ന വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണെങ്കിലും, സാമൂഹ്യമായിട്ടുള്ള സംവിധാനങ്ങളാണെങ്കിലും, ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും സുഗമമായി നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധ്യമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം, കാരുണ്യം, സഹായം നമുക്ക് ആവശ്യമാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു അനുഗ്രഹത്തെക്കാൾ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിനേക്കാൾ, സഹധർമ്മിണിയേക്കാൾ, സന്തതികളെക്കാൾ, സ്ഥാനമാനങ്ങളെക്കാൾ, സൗകര്യങ്ങളെക്കാൾ, എല്ലാറ്റിനേക്കാളും നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അതിമഹത്തായ അനുഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്താണ് എന്നതാണ് അതിനുള്ള മറുപടി. അൻ ഹദാകും ലിൽ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസത്തിൻ്റെ തെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ചു എന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. വലകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിലേക്ക് വിശ്വാസത്തെ പ്രിയങ്കരമാക്കി തന്നിരിക്കുന്നു. വിശ്വാസം കൊണ്ട് അവൻ നിങ്ങളുടെ മനസ്സിനെ അലങ്കരിച്ചിരിക്കുന്നു. ആ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള അവിശ്വാസത്തെ, അനുസരണക്കേടിനെ, അധർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങേയറ്റം അപ്രിയമാക്കുകയും അരോചകമാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും അതുല്യമായ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഈ വിശ്വാസത്തിന് വിരുദ്ധമായ ആശയങ്ങളോട്, ആദർശങ്ങളോട് അങ്ങേയറ്റത്ത് വെറുപ്പുണ്ട് എന്നുള്ളതാണ് പടച്ചവൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങളിൽ നിരന്തരമായി നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള, ഈ ഹിദായത്തിൽ നിരന്തരമായി നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം.
രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, സമാധാനത്തോടുകൂടി നമുക്ക് ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹിദായത്ത് എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ഈമാൻ എന്ന് പറയുന്നത് തന്നെ അത് കൂടിക്കൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രവാചകൻ പറഞ്ഞല്ലോ, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദിക്കും കമാ യഖ്ലഖു സൗബക്കും. തീർച്ചയായും നിങ്ങളുടെ വസ്ത്രം നുരുമ്പി പടകി ദ്രവിച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസം കാലം കൊണ്ട് ദ്രവിച്ചു പോകും. അതുകൊണ്ട് ഫസ്അലുല്ലാഹ അലാ അൻ യുജദ്ദിദ ഈമാന ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സിൽ വിശ്വാസത്തെ നവീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കത്തിച്ചു വെച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ വിളക്ക് അണഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് നിരന്തരമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ പ്രാർത്ഥന ഫലപ്രാപ്തിയിലെത്തുന്നതിന് വേണ്ടി പ്രവർത്തന മേഖലയിൽ നാം തിളങ്ങി നിൽക്കുകയും ചെയ്യണം. അതിനുള്ള ഏറ്റവും ഉദാത്തമായ, ഉത്കൃഷ്ടമായ ഒരു മേഖലയാണ് ഹിദായത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുവാനുള്ള ഏറ്റവും ഉദാത്തമായിട്ടുള്ള മേഖലയാണ് ദീനിന്റെ മാർഗത്തിലുള്ള ഇപ്രകാരത്തിലുള്ള ഒത്തുചേരൽ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനും വേണ്ടി നാം ഇപ്രകാരം ഒത്തുചേർന്നിരിക്കുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മിൽ ഓരോരുത്തരും അർപ്പിതമായിട്ടുള്ള ഈ ഒരു ബാധ്യത ശരിയാവിധം നിർവഹിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ചുകൊണ്ട് വഹി ഇറക്കി കൊടുത്തപ്പോൾ പ്രഥമമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വചനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്, അറിവ് ആർജിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അറിവ് ആർജിച്ചുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അറിവിന്റെ മേഖലയിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാം എന്ന് നാം വിചാരിച്ചാൽ അത് പൂർണ്ണമായും നടപ്പിൽ വരുത്തുവാൻ നമുക്ക് സാധ്യമല്ല. അതിൻ്റെ അർത്ഥം സമ്പൂർണമായ അറിവ് നേടിയതിനു ശേഷം മാത്രമേ ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നല്ല. അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അന്യ വരവ് ആയ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. പരിശുദ്ധ ഖുർആനിലെ പ്രവചനമായ വചനങ്ങളിൽ നിന്ന് ഒരു വചനം മാത്രമാണ് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ആ വചനത്തിന്റെ അർത്ഥം, അതിന്റെ ആശയം മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽ പെട്ടതാണ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത്, നാം പഠിച്ചിട്ടുള്ള ഒരായത്തിൽ മാത്രം നിൽക്കാൻ പാടില്ല. അടുത്ത ദിവസം ആ ആയത്തിന്റെ അപ്പുറത്തുള്ള ആയത്ത് പഠിക്കാൻ നമുക്ക് കഴിയണം. തുടർന്ന് അങ്ങോട്ട് വിശാലമായി വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ സംബന്ധിച്ച് അറിയാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഖുർആൻ നമുക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന ആശയ പ്രപഞ്ചത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാനും നമുക്ക് സാധ്യമാകണം. അങ്ങനെ ആഴ്ന്നിറങ്ങുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ദീനിൽ, ഹിദായത്തിൽ വഴിതെറ്റിപ്പോകാതെ, മാർഗഭ്രംശം സംഭവിക്കാതെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ 14-ാമത്തെ സൂറയിലെ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉക്ലഹാ കുല്ല ഹീൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹു ലംതൽ നാസ് ലഅല്ലഹും യതദക്കറുൻ ഔ യതഫക്കറുൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാണ്. അതിനെപ്പറ്റി നീ ആലോചിക്കണില്ല എന്നാണ്. എന്താ പറയണത്? കലിമത്തൻ ത്വയ്യിബ. എന്താ കലിമത്തൻ ത്വയ്യിബ? നല്ല വാക്ക് അല്ലേ? സത്വചനം. കശജറത്തിൻ ത്വയ്യിബ, നല്ല വൃക്ഷത്തെ പോലെയാണ്. ഈ നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന മഹത്വചനം. യാനി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആശയം ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തി കശജറത്തിൻ ത്വയ്യിബത്തിൻ, എന്തുപോലെ? ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ്. സത്യവിശ്വാസി സദ്വൃക്ഷത്തെ പോലെയാണ്. ആ വൃക്ഷത്തിന് 3 പ്രത്യേകത പറഞ്ഞു. ഒന്നെന്താണ്? അസ്ലുഹാ സാബിതുൻ, അതിന്റെ മുരട് അടിയുറച്ചതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശാഖ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നതാണ്. തുഅ്തിഉ കുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, തന്റെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടി അത് സദാ സൽഫലം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം അല്ലാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത്, വിശദീകരിച്ച് തരുന്നത് നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ്, ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആശയം ഉൾക്കൊണ്ടിട്ടുള്ള സത്യവിശ്വാസിയെ പറ്റി പറഞ്ഞപ്പോൾ ഒന്നാമതായി പറഞ്ഞിട്ടുള്ള ഗുണം അസ്ലുഹാ സാബിതുൻ, അതിന്റെ പേര് അടിയുറച്ചതാണ്. എത്രമാത്രം ശക്തമായ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചു വീശിയാലും കടപുഴകി വീഴാത്ത വടവൃക്ഷം. പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രകോപനങ്ങളും ഉണ്ടാകുമ്പോൾ, സമകാലിക സാഹചര്യത്തിലൊക്കെ സ്വീകരിക്കപ്പെടുന്ന നമുക്കൊക്കെ അറിയാവുന്നതാണ്. പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ കടപുഴകി വീഴാത്ത ഉറച്ച വേരുകൾ അടിയുറച്ചിട്ടുള്ള ഒരു വൃക്ഷമായി മാറാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. അറിവില്ലെങ്കിലോ? യഥാർത്ഥമായ അറിവില്ലെങ്കിൽ, പ്രാമാണികമായ അറിവില്ലെങ്കിൽ, മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ, സംവാദങ്ങൾ കേൾക്കുമ്പോൾ, മാസ്മരികമായ ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, നാം ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സാമൂഹ്യമായ നമ്മളുടെ പൊതുവായിട്ടുള്ള മേഖലയിലുള്ള ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിയാമി നമ്മൾ ആശയത്തിൽ നിന്നായി പോകും, വഴുതിപ്പോകും. നമ്മളൊരു പ്രബോധകൻ എന്ന നിലക്ക്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും ഒരു പ്രബോധകൻ എന്ന നിലക്ക് നമ്മിലുണ്ടായിത്തീരേണ്ട പ്രഥമമായ ഗുണം എന്ന് പറയുന്നത് അറിവ് ആർജിക്കുക എന്നുള്ളതാണ്. അപ്പൊ അറിവ് ആർജിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും ആഗ്രഹം യഥാർത്ഥത്തിൽ എന്താണ്? നിൽക്കുന്നതോട് വിരോധമല്ലല്ലോ. ഇത് തീരെ ക്ലാസ് പിന്നെ എന്താ പറഞ്ഞു വന്നത്? നമ്മളെല്ലാവരുടെയും അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യം എന്താണ്? അടിസ്ഥാന ലക്ഷ്യം എന്താണ്? സ്വർഗത്തിലെത്തണം അല്ലെ? പരമമായ ലക്ഷ്യം സ്വർഗത്തിലെത്തണം. നരകത്തിൽ നിന്ന് പരിപൂർണമായ വിമുക്തി നേടാൻ സാധ്യമാകണം. അല്ലാഹുവിന്റെ തിരുമുൽ കാഴ്ചക്ക് അർഹത നേടണം അല്ലെ? ഇതിനുള്ളൊരു എളുപ്പ വഴി എന്താ? മനസ്സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇസ്ലാമികമായ അറിവ് ആർജിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വഴിയിൽ മാർഗത്തിൽ പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും. എന്നിട്ട് വിശദീകരിച്ചുകൊണ്ട് ഹദീസിൽ പറയുന്നുണ്ട്, ഇസ്ലാമികമായ അറിവ് ആർജിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആഴിയിലുള്ള മത്സ്യങ്ങൾ വരെ, മാളത്തിലുള്ള ഉറുമ്പുകൾ വരെ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ നമ്മെ ആവരണം ചെയ്യും. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മെ പൊതിയും. ഇതിലപ്പുറത്തേക്ക് നമുക്ക് എന്താ വേണ്ടു? അല്ലാഹുവിന്റെ കാരുണ്യം നമ്മെ പൊതിയുക, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മലക്കുകൾ നമ്മുടെ ചുറ്റും വന്ന് നിന്നിട്ട് നമുക്ക് കാവലായി തീരുക. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനത്തോടു കൂടി അവന്റെ സാമീപ്യം സിദ്ധിച്ചിട്ടുള്ള മലക്കുകളോട് നമ്മുടെ പേര് പരാമർശിക്കുക.
മാത്രമല്ല നമുക്ക് എളുപ്പത്തിൽ എവിടേക്ക് എത്താൻ പറ്റും? സ്വർഗത്തിലേക്ക് എത്താനും പറ്റും. അപ്പൊ അതിനുള്ള ഏറ്റവും ഉദാത്തമായ മേഖലയാണ് ഇസ്ലാമികമായ അറിവ് ആർജിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രബോധകന്മാർ എന്ന നിലക്ക്, അത് പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും കുട്ടികളായിരുന്നാലും യുവാക്കളായിരുന്നാലും പ്രായം ചെന്നിട്ടുള്ള ആളുകളാണെങ്കിലും അറിവ് നേടുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്ത് ഒരു ആർത്തി നമ്മൾ കാണിക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു സംഗതി ഈ മണലിൽ എവിടെ വീണ് പോയി എന്ന് വിചാരിക്കുക. അത് കണ്ടെടുക്കാൻ നമുക്ക് ആർത്തി ഉണ്ടാവില്ലേ? ആശയം ഉണ്ടാവില്ലേ? അങ്ങേയറ്റ അന്വേഷണം നടത്തല് അല്ലേ? ഇതേ പ്രകാരമാണ് വിശ്വാസിക്ക് വിജ്ഞാനം. വിദ്യ വിശ്വാസിയുടെ നഷ്ടപ്പെട്ടു പോയ അമൂല്യമായ സമ്പത്താണ്. അതെവിടെ കണ്ടാലും അവൻ പെറുക്കിയെടുക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നവർ എന്ന നിലക്ക്, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നവർ എന്ന നിലക്ക്, ഇസ്ലാമികമായ അറിവ് ആർജിക്കുന്നതിന് വേണ്ടിയുള്ള ഏതൊരവസരവും സാഹചര്യവും സന്ദർഭവും പരിപൂർണമായി ചൂഷണം ചെയ്യുവാൻ നമുക്ക് സാധ്യമാകണം. ഇവിടെ ഇസ്ലാമിക് സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. മദ്രസയുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിയാറി ക്ലാസ് ഉണ്ട്, QHന്റെ സംവിധാനം ഉണ്ടാകും, വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ വിജ്ഞാന സദസ്സുണ്ടാകും, കുടുംബത്തിന് മൊത്തം പങ്കെടുക്കാൻ കഴിയുന്ന വിജ്ഞാന സദസ്സുകൾ ഉണ്ടാകും. ഈ സദസ്സുകളൊക്കെ ബോധപൂർവം നാം സൃഷ്ടിക്കുകയും നാം എല്ലാവരും അതിൽ ബോധപൂർവം പങ്കാളികളാവുകയും നാം മാത്രമല്ല നമ്മുടെ ഇടത്തും വലത്തുമുള്ള മുമ്പിലും പിമ്പിലുമുള്ള ആളുകളെ സ്നേഹപൂർവ്വം ഈ ക്ലാസ്സിലേക്ക് നാം ക്ഷണിച്ചു കൊണ്ടുവരികയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗുണം നമുക്ക് കിട്ടും. അതോടൊപ്പം ഒരു വ്യക്തി ഒരു നല്ല കാര്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് മാർഗദർശനം ചെയ്താൽ ആ വന്നിട്ടുള്ള വ്യക്തിക്ക് പ്രതിഫലം ലഭിക്കുന്നത് പോലെ ക്ഷണിച്ച ആൾക്ക് കൊണ്ട് ചെയ്യും, പ്രതിഫലം കിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ഒരാളൂടെ വന്നാല് നമുക്ക് അതിന്റെ ഗുണം കിട്ടി. നമ്മൾ ക്ഷണിച്ചിട്ട് 50 ആള് വന്നാലോ ഈ ഒരാൾക്ക് ഈ 50 ആൾക്ക് കിട്ടുന്ന കൂലി ആരും കിട്ടും? ക്ഷണിച്ച ഒരാൾക്ക് കിട്ടും. അത് ഒരു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷണിച്ച ആളുടെ ഓരോരുത്തരുടെയും ഉദ്ദേശത്തിനനുസരിച്ച് മനസ്സിനനുസരിച്ച് കൊണ്ട് ഇഖ്ലാസിനനുസരിച്ച് കൊണ്ടാണ് പ്രതിഫലം കിട്ടുക. നമ്മളിപ്പോ 50 ആള് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ 50 ആളും 50 പ്രകൃതക്കാരായിരിക്കും, 50 മാനസിക നിലവാരത്തോടായിരിക്കും വരിക. ഒരു പക്ഷേ ഈ 50 ആളുകളിലുള്ള ഏറ്റവും അവസാനത്തെ വ്യക്തിക്കുള്ള മാനസികമായ അവസ്ഥ നമുക്കുണ്ടാവുള്ളൂ. എന്നാൽ അതിൽ വന്നിട്ടുള്ള 1 മുതൽ 49 വരെയുള്ള ആളുകൾക്ക് നമ്മളെക്കാൾ കൂടുതൽ എന്തുണ്ടാകും? ഒരു പക്ഷേ ഈമാനികമായിട്ടുള്ള ആവേശമുണ്ടാകും. അപ്പൊ എന്തുണ്ടാവും? ഈ 49 ആളുകളുടെയും ദർജ അങ്ങനെ ഉയർന്നു പോയില്ലേ, അത്രയും കൂലി ആർക്ക് കിട്ടും? ഈ ക്ഷണിച്ചൊരു വ്യക്തിക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭവും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പാഴാക്കുവാൻ പാടുള്ളതല്ല. തീർച്ചയായിട്ടും ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വർക്ക് ചെയ്തു വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാകാം, പുതുതായി ഈ സംവിധാനത്തിലേക്ക് ഈ കണ്ണിയിലേക്ക് ചേർന്നിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. ഏത് തരത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഈ ഒരു മേഖലയിൽ നിന്ന് അല്പമെങ്കിലും വൈരുദ്ധ്യം കാണിക്കുക എന്ന് പറയുന്നത് സ്വന്തത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമായിരിക്കും. നമുക്ക് മാറി നിൽക്കാൻ പറ്റും. ഖുർആൻ പഠനത്തിൽ നിന്നാകട്ടെ, ഹദീസ് പഠനത്തിൽ നിന്നാകട്ടെ, ദാവ പ്രബോധന മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നമുക്ക് മാറിക്കാം. പക്ഷെ എന്ത് വേണം? മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തും നമുക്ക് ഉറപ്പിക്കണം. ആർക്കും കിട്ടിയിട്ടുണ്ടോ? ആർക്കും കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ നല്ല പ്രവർത്തനങ്ങൾ സജീവമായിട്ട് വന്നു. ഒരു 60 വർഷ കാലഘട്ടം ജീവിക്കുന്ന ഒരു വ്യക്തി 58 വർഷം വരെ അല്ലെങ്കിൽ 59 വർഷം വരെ എന്ത് ചെയ്തു? സജീവമായി ദഅവാ പ്രബോധന മേഖലയിൽ നിറഞ്ഞു നിന്നു. അയാളുടെ മരണത്തിലേക്ക് 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസാനത്തെ 1 വർഷത്തിൽ എന്തായി? അതുവരെയുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ കീഴ്മേൽ മറിയുന്ന രൂപത്തിൽ ഭൗതിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ അഭിരമിച്ചു പോയി. എന്ത് സംഭവിക്കും? പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തി പ്രവർത്തിക്കും, അങ്ങേയറ്റം പ്രവർത്തിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ എത്തേണ്ട ഒരു മുഴ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അയാൾ എന്ത് ചെയ്യും?
നരകത്തിന്റെ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും, അങ്ങനെ അയാൾ നരകത്തിലേക്ക് എത്തും. ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശമല്ല. അതുകൊണ്ട് തന്നെ ഈ മനസ്സിനെ ഹിദായത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള മേഖലയുമായി നിർബന്ധപൂർവ്വം ബോധപൂർവം നാം ബന്ധപ്പെട്ടേ പറ്റൂ. അതിൽ നിന്ന് മാറി നിൽക്കുന്നവരെ പറ്റി അല്ലാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐതല്ലദീ തവല്ല വഅത ഖലീലൻ വഅക്ദ അഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറാ അലം യുനബ്ബഅ ബിമാ ഫീ സുഹുഫി മൂസാ വഇബ്രാഹീമ അല്ലദീ വഫാ അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ സുമ്മ യുജ്സാഹു ജസാഅൽ ഔഫാ വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹാ. ഇതതിന്റെ അർത്ഥം. അഫറഅയ്തല്ലദീ തവല്ല, പിന്തിരിഞ്ഞു കളഞ്ഞവനെ നീ കണ്ടുവോ? വഅത ഖലീലൻ വഅക്ദ, അല്പമൊക്കെ കൊടുത്തു പിന്നീട് ക്ഷീണിച്ചു മാറി നിന്നു. അല്പമൊക്കെ ദീനി സദസ്സിൽ പങ്കെടുത്തു, ഖുർആൻ പഠിച്ചു, പിന്നെ മാറി നിന്നു. അല്പമൊക്കെ പ്രബോധനത്തിന്റെ മേഖലയിൽ മുന്നോട്ട് നീങ്ങി, പിന്നെ മാറി നിന്നു. അല്പമൊക്കെ മതപരമായ മേഖലയ്ക്ക് വേണ്ടിയിട്ട് തന്നിലുള്ള സമ്പത്ത് എന്തെങ്കിലും ചെലവഴിച്ചു, പിന്നെ മാറി നിന്നു. അങ്ങനെ മാറി നിന്നവനെ നീ കണ്ടുപോ? അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. അവൻ അങ്ങനെ മാറി നിൽക്കാൻ എന്താണ് കാരണം? അദൃശ്യജ്ഞാനം അവന്റെ കൈവശമുണ്ടായിട്ട് അതവൻ നോക്കിക്കാണുന്നുണ്ടോ? അദൃശ്യജ്ഞാനം ഉണ്ടായിട്ട് അവൻ നോക്കിക്കാണുന്നുണ്ടോ? അവൻ പൂർവിക പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏടുകൾ പരിശോധിക്കട്ടെ. ആ ഏടുകൾ പരിശോധിച്ചാൽ എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഏതൊരാത്മാവിനും അയാൾ അധ്വാനിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരാളുടെയും പാപഭാരം മറ്റൊരാളും ഏറ്റെടുക്കുകയില്ല. ഏതൊരാൾക്കും അയാൾ അധ്വാനിച്ചത് മാത്രമേ കിട്ടുകയുള്ളൂ. അവന്റെ പ്രവർത്തനങ്ങൾ അവന് പ്രദർശിപ്പിക്കപ്പെടും. പിന്നീട് അവന് സമ്പൂർണമായ പ്രതിഫലം നൽകപ്പെടും. തീർച്ചയായും നിന്റെ റബ്ബിന്റെ അടുത്തേക്കാണ് നീ ചെന്നെത്തിച്ചേരുന്നത്. നിന്റെ പര്യവസാനം എവിടെ ഉണ്ടാവുക? അള്ളാന്റെ മുമ്പിൽ ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിയാൽ നിനക്കുണ്ടാകുന്നത് നിന്റെ കർമ്മങ്ങൾ മാത്രമാകുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ എത്രയോ ചെയ്തോട്ടെ, ആരും കിട്ടൂല, നമുക്ക് കിട്ടൂല. നമുക്ക് കിട്ടുന്ന എന്താണ്? നമ്മുടെ അധ്വാനിച്ചതാണ്. നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമായി നമ്മുടെ മക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. ഇത് മതപരമായ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ വിചാരിച്ച്, പരലോകത്തെ വിചാരിച്ചുകൊണ്ട് മക്കൾക്ക് നല്ല തർബീയത്ത് കൊടുത്തുകൊണ്ട് അവൻ ഇസ്ലാമിൽ അടിക്ക് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? അതിന്റെ കൂലി നമുക്ക് കിട്ടും. അത് നമ്മുടെ പ്രവർത്തനം തന്നെയാണ്, നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം തന്നെയാണ്. അതിലപ്പുറം വേറെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ഗ്രൂപ്പിലോ പെട്ട ആരെങ്കിലും പ്രവർത്തിച്ചുകൊണ്ട് ആരും കിട്ടൂല, നമുക്ക് കിട്ടൂല. നമ്മൾ അധ്വാനിച്ചത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയാണ്, നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ എവിടേക്ക് എത്തും? എൻ്റെ അടുത്തേക്ക് എത്തും. എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള സർവാനുഗ്രഹങ്ങളെ സംബന്ധിച്ചു നീ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് ലക്ഷ്യബോധമുള്ള ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല, ചേർന്നതല്ല. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സംഗതി, സത്യവിശ്വാസികൾ ഈ ആശയം, ഈ ആദർശം സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളോടൊപ്പം മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് ബന്ധിച്ചു നിൽക്കണമെന്നാണ്. വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദവാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഉദ് ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. ഖുർആൻ വിശദീകരിക്കുന്നുണ്ടല്ലോ. എന്നതിന്റെ അർത്ഥം, നീ നിന്റെ മനസ്സിനെ വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുമായി നീ നിന്റെ മനസ്സിനെ ബന്ധിച്ചു നിർത്തുക. സുഹൃത്ത് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? ബന്ധിച്ചു നിർത്തുക, ഈമാനിൽ കെട്ടിടുക, പതറിപ്പോവാതെ ഈമാനിൽ കെട്ടിടുക. അപ്പൊ
നീ നിന്റെ മനസ്സിനെ സത്യവിശ്വാസികളുമായിട്ട് എന്ത് ചെയ്യണം? എപ്പോഴും ബന്ധിച്ചു നിർത്തണം. ഭൗതികമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ